ഓക്കെ, ഗുഡ് മോർണിംഗ്. നമ്മളടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാനോ സയൻസ് ആൻഡ് നാനോ ടെക്നോളജി. ഇത് തേർഡ് മൊഡ്യൂളിലെ സെക്കൻഡ് ചാപ്റ്റർ, അതായത് 6th ചാപ്റ്ററാണിത്, നാനോ സയൻസ് ആൻഡ് നാനോ ടെക്നോളജി. അപ്പം എന്താണ് നാനോ ടെക്നോളജി? നാനോ എത്ര? 10⁻⁹, അതായത് 10⁻⁹ സെൻറ്റിമീറ്ററാണ് എന്ത്, ഒരു നാനോമീറ്റർ. അത്രയും ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് എന്ത്, നാനോ എന്ന് പറയുന്നത്. അപ്പം നാനോ ടെക്നോളജി എന്താ? അപ്പോൾ ടെക്നോളജി ദാറ്റ് ഓപ്പറേറ്റ്സ് ഇൻ മോളിക്കുലാർ ഓർ മാക്രോ മോളിക്കുലാർ ലെവൽ. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് സ്കെയിൽ എത്രയായിരിക്കും? 1 to 100 നാനോമീറ്ററിൻ്റെ ഉള്ളിൽ, അതായത് 1 to 100 നാനോമീറ്ററിൻ്റെ ഉള്ളിൽ ഉള്ള മോളിക്യൂൾസിൻ്റെയോ അല്ലെങ്കിൽ മാക്രോ മോളിക്യൂൾസിനെയോ പറ്റിയിട്ടുള്ള സ്റ്റഡിയാണ് എന്ത്, നാനോ ടെക്നോളജി. Technology that operates at molecular or macromolecular level in a length scale of 1 to 100 nanometer is called nanotechnology. ഈ നാനോ ടെക്നോളജി എന്ന് പറയുന്നത് കൺട്രോൾസ് ആൻഡ് മാനിപ്പുലേറ്റ് ആറ്റംസ് ഇൻ ആറ്റോമിക് സ്കെയിലിൽ ആണ്. ആറ്റോമിക് സ്കെയിലിൽ കൺട്രോൾ ചെയ്യും, മാനിപ്പുലേറ്റ് ചെയ്യും. മാറ്ററിനെ ആറ്റോമിക് സ്കെയിലിൽ കൺട്രോൾ ചെയ്യും, മാനിപ്പുലേറ്റ് ചെയ്യും ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് എന്ത്, നാനോ ടെക്നോളജി. ഈ നാനോ ടെക്നോളജിനെ കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് റിച്ചാർഡ് ഫെയ്മൻ്റെ ലെക്ചറാണ്. റിച്ചാർഡ് ഫെയ്മൻ്റെ ഒരു ഫേമസ് ലെക്ചർ ഉണ്ട്. അതിൽ പറയുന്നത് ദർ ആർ പ്ലെൻറ്റി ഓഫ് റൂംസ് അറ്റ് ദി ബോട്ടം. എന്ന് പറഞ്ഞാൽ he proposed the idea of using cluster of few atoms to store enormous amount of information. അതായത് കുറച്ച് ആറ്റത്തിൻ്റെ ക്ലസ്റ്റർ എടുക്കുക, ആ ആറ്റത്തിൻ്റെ ക്ലസ്റ്ററിൽ കുറേ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അതാണ് എന്ത്, റിച്ചാർഡ് ഫെയ്മൻ പറയുന്നത്. അതായത് അത്രയും ചെറിയൊരു എലമെൻ്റ് എടുക്കുക, ഒരു പിൻ ഹെഡിൽ ഒരു എൻസൈക്ലോപ്പീഡിയ കംപ്ലീറ്റ് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്യണമെന്നാണ് ആര് പറഞ്ഞത്, റിച്ചാർഡ് ഫെയ്മൻ പറഞ്ഞത്. പിന്നെ ഈ നാനോ ടെക്നോളജീൻ്റെ കേസിൽ ഇതെങ്ങനെ റെലവൻ്റ് ആകുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു സപ്പോസ് ഒരു ഗോൾഡിൻ്റെ ഒരു നാനോ പാർട്ടിക്കിൾ എടുക്കാം. അപ്പം നാനോ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ എത്ര? 10⁻⁹ മീറ്ററിൽ വരുന്ന പാർട്ടിക്കിൾസാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പാർട്ടിക്കിൾ എടുത്താലും ഓൾ എലമെൻറ്റിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും ഈ ഒരു സിംഗിൾ ആറ്റത്തിനോ അല്ലെങ്കിൽ ഒരു സിംഗിൾ പാർട്ടിക്കിളിനോ സ്പെസിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത്, അതാണ് റിച്ചാർഡ് ഫെയ്മൻ്റെ ലെക്ചറിലൂടെ പറയുന്നത്. അതായത് ഒരു പിൻ ഹെഡിൽ ഒരു കംപ്ലീറ്റ് എൻസൈക്ലോപ്പീഡിയ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ടെക്നോളജി അത് ഡെവലപ്പ് ചെയ്യണമെന്നാണ് ആര് പറയുന്നത്, റിച്ചാർഡ് ഫെയ്മൻ പറയുന്നത്. ഇൻ ഹിസ് ലെക്ചർ ദർ ഈസ് പ്ലെൻറ്റി ഓഫ് റൂംസ് അറ്റ് ദി ബോട്ടം. അത് ഭയങ്കര ഫേമസ് ആയിരുന്നു. അതായത് ഏത് ഇയറിൽ? 1959 ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് 2 decadesലായിട്ട് നാനോ ടെക്നോളജി വളരെയധികം ഡെവലപ്പ് ആവുകയും അത് മെഡിക്കൽ ഫീൽഡിൽ, സയൻറ്റിഫിക് റിസർച്ചിൻ്റെ ഫീൽഡ്, മാനുഫാക്ചറിങ്ങിൻ്റെ ഫീൽഡിൽ, അതുപോലെ ഇലക്ട്രോണിക്സിൻ്റെ കമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടിംഗ് ആൻഡ് കൺട്രോൾ, അങ്ങനെ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസ് ഓഫ് നാനോ ടെക്നോളജി ഉണ്ട്. നമ്മൾ കുറച്ചൊക്കെ ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. നമ്മൾ പറഞ്ഞു നാനോ മെറ്റീരിയൽസ്. എന്താണ് നാനോ? നാനോ എന്ന് പറഞ്ഞ വേർഡിൻ്റെ മീനിങ് ഡ്വാർഫ് എന്നാണ്. നാനോ എന്ന് പറഞ്ഞ വേർഡിൻ്റെ മീനിങ് എന്താണ്? ഡ്വാർഫ്. അത് നാനോ മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റേഞ്ചസ് ഫ്രം 0.01 to 100 നാനോമീറ്റർ. എന്താണ് നാനോ മെറ്റീരിയൽസ്? അപ്പോൾ നാനോ മെറ്റീരിയൽസ് മേ ബി ഡിഫൈൻഡ് ആസ് ദി മെറ്റീരിയൽസ് ഹൂസ് സ്ട്രക്ചറൽ എലമെൻറ്റ്സ്, അതായത് മോളിക്യൂൾസോ അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം? 0 to 100 നാനോമീറ്റർ റേഞ്ചിലുള്ള മെറ്റീരിയൽസ് അല്ലെങ്കിൽ മോളിക്യൂൾസിനെയൊക്കെ ആണ് എന്ത് പറയുന്നത്, നാനോ മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. നാനോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്വാർഫ് എന്നാണ്. അപ്പോൾ നാനോ മെറ്റീരിയൽസ് ഏതൊക്കെ തരത്തിൽ വരുന്നുണ്ട്? തിൻ ഫിലിം ആയിട്ട് വരുന്നുണ്ട്, കോട്ടിംഗ് ആയിട്ട് വരുന്നുണ്ട്, പൗഡർ ആയിട്ട് വരുന്നുണ്ട്, അതേപോലെ ബൾക്കായിട്ട് ഒരു കംപ്ലീറ്റ് മെറ്റീരിയൽ ആയിട്ടും എന്തൊക്കെ വരുന്നുണ്ട്? നാനോ മെറ്റീരിയൽസ് വരുന്നുണ്ട്. ഇനി നാനോ മെറ്റീരിയൽസിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പറയുന്നത് പല സ്ട്രക്ചറൽ പ്രോപ്പർട്ടീസ്, ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടി, മെക്കാനിക്കൽ പ്രോപ്പർട്ടി എല്ലാം ഈ നാനോ ടെക്നോളജിയിൽ അതിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ സൈസിനനുസരിച്ച് മാറുന്ന പ്രോപ്പർട്ടീസാണ് നാനോ ടെക്നോളജിയിൽ കൂടുതൽ റെലവൻ്റ് ആയി വരുന്നത്. അതായത് ഇത് നമ്മളൊരു ഒരു എലമെൻറ്റിനെ, അതായത് ഒരു പാർട്ടിക്കിളിനെ നമ്മൾ അതിൻ്റെ ഏറ്റവും ചെറിയൊരു സൈസിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ സൈസ് ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസൊക്കെ നാനോ ടെക്നോളജിയിൽ അതിനെ ഡിപ്പെൻഡ് ചെയ്തു. അപ്പോൾ സൈസ് ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണ്? ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ബാൻഡ് ഗ്യാപ്പ്
എന്താ സൈസ് ഡിപ്പെൻഡൻറ്റ് പ്രോപ്പർട്ടിയാണ്. അതേപോലെ മെൽറ്റിംഗ് പോയിൻറ്റ്, സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി, അതേപോലെ സർഫസ് റിയാക്ടിവിറ്റി, ഇതൊക്കെ എന്താണ് സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസാണ്. ഇനി ഇൻക്രീസ്ഡ് സർഫസ് ടു വോളിയം റേഷ്യോ. സർഫസ് ടു വോളിയം റേഷ്യോ എന്ന് പറയുന്നത് ഈ നാനോ പാർട്ടിക്കിളിൻ്റെ ഒരു നാനോ മെറ്റീരിയലിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. ഇൻട്രസ്റ്റിംഗ് പ്രോപ്പർട്ടി ഓഫ് നാനോ മെറ്റീരിയൽ അറൈസ് ഫ്രം ദ ഫോളോയിങ് ഫാക്ട് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു ഫാക്റ്റിൽ നിന്നാണ് നാനോ പാർട്ടിക്കിളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഇത് വരുന്നത്, സർഫസ് ടു വോളിയം റേഷ്യോ. അതാ ഈ സർഫസ് ടു വോളിയം റേഷ്യോ പറയുന്ന സമയത്ത് എന്താ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ ഗ്രെയിൻ സൈസ്. അതായത് ഓരോ സിംഗിൾ ആറ്റത്തിൻ്റെയും സൈസ് നാനോമാറ്റിക്കിലാകുമ്പോൾ അത് ചെറിയ ചെറിയ സൈസായി മാറും. അപ്പോൾ എന്താവും, നമ്മൾ ടോട്ടൽ സർഫസ് ടു വോളിയം റേഷ്യോ കാണുമ്പം അതിലൊരു റാപ്പിഡ് ഇൻക്രീസ് കാണാം. എന്തിൽ? ഗ്രെയിൻ സൈസ് ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് ദർ ഈസ് എ റിമാർക്കബിൾ ഇൻക്രീസ് ഇൻ സർഫസ് ടു വോളിയം റേഷ്യോ. അതാണ് എന്തിൻ്റെ മെയിൻ പ്രോപ്പർട്ടിയാണ്, നാനോ പാർട്ടിക്കിളിൻ്റെ മെയിൻ പ്രോപ്പർട്ടിയാണ്. അതൊരു ക്യൂബിൻ്റെ എക്സാമ്പിൾ പറഞ്ഞിട്ട് ടെക്സ്റ്റിൽ പറയുന്നുണ്ട്, എല്ലാവരും അതൊന്ന് റെഫർ ചെയ്യാം. ടെക്സ്റ്റ് ഇല്ലാത്തവർക്ക് ഞാനത് ഫോട്ടോ ഇട്ട് തരുന്നുണ്ട്. ഓക്കെ. ഇനി ഒരു ക്യൂബ് അതെന്താ പറയുന്നത് വെച്ചാൽ, അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ടായി പറയുന്നത് വെച്ചാൽ, ഒരു ക്യൂബിനെ നമ്മൾ സ്മോൾ പീസസായി ഡിവൈഡ് ചെയ്യുക. അതായത് 10 നാനോമീറ്റർ എഡ്ജുള്ളൊരു ക്യൂബിനെ നമ്മൾ സ്മോൾ പീസായി ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പെർസെൻറ്റേജ് ഓഫ് സർഫസ് ആറ്റം എന്ന് പറയുന്നത് 10 ആയിരിക്കും. പെർസെൻറ്റേജ് ഓഫ് സർഫസ് ആറ്റം 10 ആയിരിക്കും. ക്യൂബ് ഓഫ് സൈഡ് 1 നാനോമീറ്റർ ആണ് ആ ക്യൂബിൻ്റെ ഇതെങ്കിൽ, ഇത് 10 നാനോമീറ്റർ ആണെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജ് 10 ആയിരിക്കും. ഇപ്പോൾ ക്യൂബ് ഓഫ് സൈഡ് 1 നാനോമീറ്റർ അങ്ങനെയാണെങ്കിൽ എവരി ആറ്റം വിൽ ബി സർഫസ് ആറ്റം. എല്ലാ ആറ്റവും എന്തായിരിക്കും? സർഫസ് ആയിരിക്കും. ഇപ്പോൾ സർഫസ് ഏരിയ എന്തായിരിക്കും? ഹൈ സർഫസ് ഏരിയ ആയിരിക്കും എന്തിനുണ്ടാവുക? എല്ലാ എലമെൻറ്റും സർഫസ് ആറ്റായിരിക്കും. അപ്പം ഹൈ സർഫസ് എനർജി ഉണ്ടാവും. അപ്പോൾ എനർജി കൂടുക എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും അതൊരു സ്റ്റേബിൾ സ്റ്റേറ്റ് അല്ല. അപ്പോൾ അതൊരു അൺസ്റ്റേബിൾ ആണ്, അല്ലെങ്കിൽ അതൊരു മെറ്റാ സ്റ്റേബിൾ സ്റ്റേറ്റ് ആയിരിക്കും അതിൻ്റെ ആക്ട് ചെയ്യുക. അതായത് നമ്മൾ എന്താ കൺസിഡർ ചെയ്തത്? ഒരു ക്യൂബിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ടാണ് പറഞ്ഞത്. ഒരു ക്യൂബ് കൺസിഡർ ചെയ്യുക. ആ ക്യൂബിൻ്റെ ഒരു എഡ്ജ് എന്ന് പറയുന്നത് എത്ര നാനോമീറ്റർ ആണ്? ഒരു എഡ്ജ് എന്ന് പറയുന്നത് നമ്മളിവിടെ 10 നാനോമീറ്റർ ആയിട്ട് എടുത്തു. പിന്നെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു എഡ്ജ് എന്ന് പറയുന്നത് 1 നാനോമീറ്റർ ആണെങ്കിൽ അതിൻ്റെ പെർസെൻറ്റേജ് എന്നത് ഓരോ ആറ്റവും അതിൻ്റെ സർഫസ് ആറ്റമായിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ ആക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സർഫസ് ആറ്റം, എവരി ആറ്റം വിൽ ബി സർഫസ് ആറ്റം. അപ്പോൾ എന്താ എനർജി എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. ആ ഹൈ എനർജി ആയിട്ട് മേ ബി ഒരു സ്റ്റേബിൾ ഓർ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്, അൺസ്റ്റേബിൾ ഓർ മെറ്റാസ്റ്റേബിൾ, ഒരു സ്റ്റേബിൾ സ്റ്റേറ്റ് അല്ല. പിന്നെ പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ക്വാണ്ടം കൺഫൈൻമെൻറ്റ്. ക്വാണ്ടം കൺഫൈൻമെൻ്റ് ഒക്കെ ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് മുന്നോട്ടുള്ള സെക്ഷനിൽ. അപ്പോൾ എന്താ ക്വാണ്ടം കൺഫൈൻമെൻറ്റ് എന്ന് മാത്രം പറയാം. ഈ ഒരു ഇലക്ട്രോണിനെ അതിനെ സ്മോൾ ഇനഫ് ടു കൺഫൈൻ ദ ഇലക്ട്രോൺ ആൻഡ് പ്രൊഡ്യൂസ് ക്വാണ്ടം എഫക്റ്റ്. ഒരു ചെറിയ ബോക്സിനുള്ളിലേക്കോ ചെറിയ പാർട്ടിക്കിളിനുള്ളിലേക്കോ ഇലക്ട്രോണിനെ കൺഫൈൻ ചെയ്തിട്ട് ക്വാണ്ടം എഫക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ക്വാണ്ടം കൺഫൈൻമെൻറ്റ്. അതെന്താണ് നമ്മൾ മുന്നോട്ടുള്ള ഇതിൽ പറയും. ജസ്റ്റ് ഒരു നാനോ പാർട്ടിക്കിളിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ ഒന്ന് പറഞ്ഞു പോവാണ്, അതിൽ പറഞ്ഞതാണിത്. ഓക്കെ. ഇനി നമ്മൾ എക്സാമ്പിൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നാനോ പാർട്ടിക്കിൾസിന് ഡിഫറെൻറ്റ് നാനോ സ്ട്രക്ചേഴ്സ് ഉണ്ട്. അതിനെല്ലാത്തിൻ്റെ എക്സാമ്പിൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ എന്താ ഓരോന്നും ജസ്റ്റ് നോക്കിപ്പോവാം. ഫസ്റ്റ് വരുന്നതാണ് കാർബൺ നാനോ ട്യൂബ്. എന്താണ് കാർബൺ നാനോ ട്യൂബ്? ഈ കാർബൺ നാനോ ട്യൂബ് ഈസ് വെരി മച്ച് സ്ട്രോങ്ങർ ദാൻ സ്റ്റീൽ as compared to graphite and diamond. Graphite diamond is stronger than steel. Carbon nanotube is stronger than steel. അപ്പോൾ ഇത് ഗുഡ് കണ്ടക്റ്റിംഗ് പ്രോപ്പർട്ടി ഉണ്ട്, ആസ് വെൽ ആസ് സെമി കണ്ടക്റ്റിംഗ് ബിഹേവിയർ ഉണ്ട്, ഗുഡ് ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഉണ്ട്. ഇതൊക്കെയാണ് ഒരു കാർബൺ നാനോ ട്യൂബിൻ്റെ പ്രോപ്പർട്ടീസ്. ഇനി നാനോ സ്ട്രക്ചേർഡ് സെറാമിക്സ്. നാനോ സ്ട്രക്ചേർഡ് സെറാമിക്സ് ഓൾസോ വെരി സ്ട്രോങ്ങർ സെറാമിക്കാണ് കമ്പയർഡ് ടു അതർ സെറാമിക്സ്. ഓക്കെ. അതേപോലെ ഗോൾഡ് നാനോ പാർട്ടിക്കിൾ. ഗോൾഡ് എന്ന് പറയുന്ന പാർട്ടിക്കിൾ ബൾക്ക് ഫോമിൽ, അതായത് ഗോൾഡ് എന്നുള്ള പാർട്ടിക്കിൾ ഒരു ഇനേർട്ട് പാർട്ടിക്കിളാണ്, ഒന്നായിട്ട് റിയാക്ട് ചെയ്യുന്നില്ല. പക്ഷേ ഗോൾഡ് നാനോ പാർട്ടിക്കിൾ എന്ന് പറയുന്നത് ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് ഗോൾഡ് നാനോ പാർട്ടിക്കിൾ കാർബൺ മോണോക്സൈഡ് ടു കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ എല്ലാം ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് എന്താണ്? ഗോൾഡ് നാനോ പാർട്ടിക്കിളാണ്. പിന്നെ പറഞ്ഞതാണ് ടൈറ്റാനിയം ഡയോക്സൈഡ് ഓഫ് നാനോ സൈസ് ആണ് എന്തിൽ യൂസ് ചെയ്യുന്നത്? സൺസ്ക്രീനിൽ അൾട്രാവയലറ്റ് നമ്മളെന്താ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? വെയിലത്ത് അൾട്രാവയലറ്റ് റേസിനെയൊക്കെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനൊക്കെ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ സൺസ്ക്രീനിലുള്ള എന്താ
ടൈറ്റാനിയം ഡയോക്സൈഡിൻ്റെ നാനോ പാർട്ടിക്കിൾസാണ്. അതെന്താ, അബ്സോർബ് ഹാംഫുൾ അൾട്രാ വയലറ്റ് റേഡിയേഷനാണ് ടൈറ്റാനിയം ഡയോക്സൈഡിൻ്റെ നാനോ പാർട്ടിക്കിൾ. അത് പിന്നെ ബക്കി ബോൾസ്, 60 കാർബൺ ആറ്റംസ് ഉള്ള ബക്കി ബോൾസ്, അത് പിന്നെ അത് ബാക്കിയുള്ള കാർബൺ, ഒരു പ്യുവർ കാർബൺ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അതുപോലെ പിന്നെ വരുന്ന കുറേ എക്സാമ്പിൾസ് ഉണ്ട്. പിന്നെ പ്ലാറ്റിനം, അത് കാർബൺ നാനോ ട്യൂബ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഫുള്ളറൻസ്, ഇനോർഗാനിക് നാനോ പാർട്ടിക്കിൾ, സെമി കണ്ടക്ടേഴ്സ്, ഇതൊക്കെ നാനോ സ്ട്രക്ചേഴ്സിന് എക്സാമ്പിളാണ്. നമ്മൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് പറഞ്ഞു. കാർബൺ നാനോ ട്യൂബ് പറഞ്ഞു, നാനോ സ്ട്രക്ചേർഡ് സെറാമിക്സ്, ഗോൾഡ് നാനോ പാർട്ടിക്കിൾ, ടൈറ്റാനിയം ഡയോക്സൈഡ്, ബക്കി ബോൾസ്, പിന്നെ 60 കാർബണിലായിട്ടുള്ള ബക്കി ബോൾസ്, പിന്നെ ഫുള്ളറൻസ്, പ്ലാറ്റിനം, ഇതൊക്കെ നാനോ സ്ട്രക്ചേഴ്സിന് എക്സാമ്പിളാണ്. ഓക്കെ, താങ്ക് യു. ഇനി നാനോ സ്ട്രക്ചറിൻ്റെ ക്ലാസിഫിക്കേഷനും സെമി കണ്ടക്ടറിൻ്റെ ക്ലാസിഫിക്കേഷനും ഒക്കെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും.